നമ്മളൊക്കെ ആണെങ്കിൽ യാഗം അർപ്പിക്കാൻ ഇങ്ങനെ പിച്ചാത്തിയൊക്കെ പിടിച്ചോണ്ട് നിന്നേനെ, കർത്താവേ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാ കർത്താവേ ബാലിൻ്റെ മേൽ കൈവെക്കരുതേ എന്ന്, എന്താ നീ ഒരു ശബ്ദം കേൾപ്പിക്കാത്തത് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. പക്ഷേ അബ്രഹാം കുഞ്ഞിനെ യാഗം അർപ്പിക്കാൻ പോയപ്പോൾ ദൈവം ഇപ്പം സംസാരിക്കുമായിരിക്കും, എന്നാലും ദൈവം അങ്ങനെ അങ്ങ് വിട്ടുകളയുമോ എന്നൊന്നും ചിന്തിച്ച് അവൻ്റെ സമയം മെനക്കെടുത്തിയൊന്നുമില്ല. ദൈവം അബ്രഹാമിനോട് യാഗം അർപ്പിക്കാൻ വിളിക്കുമ്പോൾ അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ വാക്യത്തിൽ അതിന് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് ഇത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അബ്രഹാമേ എന്ന് വിളിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൻ അബ്രഹാമേ ഒറ്റ വിളിക്ക് തന്നെ അവൻ വിളി കേട്ടു. മനസ്സിലാക്കണം. എന്നാൽ യാഗം നിർത്താൻ പറയുമ്പോൾ എങ്ങനെയാണ് വിളിക്കുന്നതെന്നറിയാമോ? 11-ാം വാക്യത്തിൽ ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. 2 പ്രാവശ്യം വിളിച്ചു. യാഗം നടത്താൻ 1 പ്രാവശ്യമേ വിളിച്ചുള്ളൂ. യാഗം നിർത്താൻ 2 പ്രാവശ്യം വിളിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം പേടിച്ചു പോയി, ഇവനെ കൊച്ചിനെ കൊന്നുകളയുമെന്ന്. അത്രയ്ക്ക് ആഴമുള്ള അനുസരണമായിരുന്നു അബ്രഹാമിൻ്റെത്. അവൻ ശബ്ദം കേൾക്കാൻ നോക്കി നിന്നൊന്നുമില്ല. ദൈവം പറഞ്ഞു, ഞാൻ അനുസരിച്ചു. അവൻ്റെ കുഞ്ഞല്ലായിരുന്നു അവന് വലുത്, അവന് ദൈവമായിരുന്നു വലുത്. അപ്പോഴാണ് ദൈവം പറയുന്നത്, എനിക്ക് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന ഇതൊക്കെയാണ്. വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത് ആരാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത യാഥാർത്ഥ്യം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതാണ് വിശ്വാസത്തിൻ്റെ പരിശോധന. കാര്യം വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്. അദൃശ്യനായ ദൈവവുമായിട്ടുള്ള സംസർഗമാണ് വിശ്വാസം. അതിനിടയ്ക്ക് ദൃശ്യ യാഥാർത്ഥ്യങ്ങൾ കയറ്റാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അത് സ്വന്തം മകനാണെങ്കിൽ പോലും സ്വന്തം മകളാണെങ്കിൽ പോലും പണമാണെങ്കിലും പദവികളാണെങ്കിലും എന്താണെങ്കിലും ദൃശ്യ യാഥാർത്ഥ്യങ്ങൾ ഇതിനിടയ്ക്ക് കയറ്റാൻ പാടില്ല. ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും ആളുകൾ വന്ന് അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്, ബ്രദറെ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പം അല്ലേ, നിങ്ങൾ പറയാമല്ലോ, നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ല പറ്റത്തുള്ളൂ ബ്രദറെ. നമ്മൾ ഈ ഭൂമിയിലാണ് യേശുവും ജീവിച്ചതെന്ന് മറന്നുപോയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇവിടെ തന്നെയാണ് യേശുവും ജീവിച്ചത്. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ യേശുവും കടന്നു പോയിട്ടുണ്ട്. അവനിവിടെ ജീവിച്ചില്ലേ? അവന് ജീവിച്ചെങ്കിൽ നമുക്കും ജീവിക്കാം. ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഒരു പ്രമാണം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അത്ര ക്രൂരരൊന്നും അല്ല ദൈവം. ഈ ഭൂമിയിൽ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു നിയമമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? അദൃശ്യ ദൈവവുമായിട്ടുള്ള സംസർഗത്തിലാണ്. നമ്മുടെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ദൈവമാണെങ്കിൽ വേറെ ഒന്നും നമുക്ക് ബാധകമായിരിക്കത്തില്ല. ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, എന്താണ് എൻ്റെ ഏറ്റവും അടുത്ത യാഥാർത്ഥ്യം? അതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത്. അത് എപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണം, എന്താ, വാട്ട് ഈസ് മൈ ഇമ്മീഡിയറ്റ് റിയാലിറ്റി? ഈസ് ഇറ്റ് ഗാഡ് ഓർ ഈസ് ഇറ്റ് മണി? ഈസ് ഇറ്റ് ഗാഡ് ഓർ ഈസ് ഇറ്റ് മൈ ചിൽഡ്രൻ? ഈസ് ഇറ്റ് ഗാഡ്? ഈസ് ഇറ്റ് മൈ പൊസിഷൻസ്? ഈസ് ഇറ്റ് ഗാഡ് ഓർ ഈസ് ഇറ്റ് മൈ പൊസഷൻസ്? യേശു ഒഴികെ മറ്റൊന്നും എൻ്റെ ഏറ്റവും അടുത്ത് വന്ന് നിൽക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അവൻ എൻ്റെ ശ്വാസത്തെക്കാൾ അടുത്താണ് എനിക്ക്. ഐ ഹാവ് ക്ലോസ് അസോസിയേഷൻ റിലേഷൻ വിത്ത് ഹിം. ഈസ് എ റിയാലിറ്റി. അവനൊരു യാഥാർത്ഥ്യമാണ് എനിക്ക്. അടുത്തത് നമ്മൾ കാണുന്നത് 20-ാം വാക്യത്തിൽ ഇസഹാക്കിൻ്റെ വിശ്വാസ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, ഇസഹാക്ക് വാസം പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമും ഇസഹാക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അബ്രഹാം ഒരു പുലിക്കുട്ടിയായിരുന്നെങ്കിൽ ഇസഹാക്ക് ഒരു പൂച്ചക്കുട്ടിയായിരുന്നു. വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇസഹാക്ക് ഒരു ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു. വളരെ ശാന്തനായ വ്യക്തി. ആ ഇസഹാക്ക് ആരുമായിട്ട് വഴക്കുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയില്ലാതെ ജീവിക്കാൻ വയ്യാത്ത ഒരു വ്യക്തി. പിന്നെ ഭാര്യയെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് അവൻ്റെ ദുഃഖം മാറിയതെന്നാണ് പറയുന്നത്. അപ്പം ഭാര്യയിൽ പോലും ഇവൻ അമ്മയാണ് കണ്ടത്. അതുകൊണ്ടാണല്ലോ ഭാര്യ അത്രയ്ക്ക് മിടുക്കിയായി പോയത്, ഇല്ലേ? ഇസ്ഹാക്കിൻ്റെ ഭാര്യ എന്തൊക്കെ ചെയ്തെന്ന്, റിബേക്ക എന്തൊക്കെ ചെയ്തെന്ന് നമുക്കറിയാമല്ലോ. കുടുംബത്തിൽ നല്ല ആണുങ്ങൾ ഭരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടത്തിയത് ആര് തന്നെയാണ്? റിബേക്കയാണ്. കാര്യം ഇസ്ഹാക്ക് അത്രയ്ക്കും പാവം ഒരു മനുഷ്യനാണ്. അങ്ങനെ പാവമാകുമ്പോൾ പിന്നെ നാച്ചുറലി ഭാര്യ ചിലപ്പം ഭരിച്ചെന്നിരിക്കും. പക്ഷെ അതൊക്കെ പോട്ടെ, പാവമായതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. പാപിയാകാതിരുന്നാൽ മതി, പാവമായ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇസഹാക്ക് എന്താണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്തത്? നമുക്ക് അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 11:20 വായിക്കുമ്പോൾ അവിടെ ഇസഹാക്കിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത്, വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഇതൊരു വലിയ പ്രവൃത്തിയാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. ഇതിനകത്ത് എന്താ ഇത്ര വലിയ കാര്യം? പക്ഷെ ഭാവികാലം സംബന്ധിച്ച് എന്ന് പറയുന്ന വാക്കൊരു വലിയ പ്രസക്തിയുള്ള കാര്യമാണ്. ഇസഹാക്ക് ഏശാവിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ചെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. എന്താ ഈ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത? നമുക്കറിയാമല്ലോ, ഇസഹാക്കിന്
ഭയങ്കര ഇഷ്ടം യാക്കോബിനോടല്ലായിരുന്നു, ആരോടായിരുന്നു? ഏശാവിനോടായിരുന്നു. അതുകൊണ്ട് ഏശാവിനെ അനുഗ്രഹിക്കാനാണ് ശരിക്കും ഇസഹാക്ക് ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് വേട്ടയിറച്ചിയൊക്കെ തിന്നേച്ച് വല്ലതും നല്ല സന്തോഷത്തോടുകൂടി അവനെ അനുഗ്രഹിക്കാം എന്ന് ചിന്തിച്ചിരുന്നത്. എന്നാൽ യാക്കോബിൻ്റെ അമ്മ റിബേക്ക നല്ലൊരു കളി കളിച്ച്, ഷിപ്പയുടെ വെരി ക്ലെവർ ഗെയിം, ഒരു ക്ലെവർ ആയിട്ടുള്ള ഒരു ഗെയിം അവൾ കളിച്ചു. സംഹാവ് എന്ത് സംഭവിച്ചു? യാക്കോബിനാണ് അനുഗ്രഹം വരുന്നത്. എന്താ അനുഗ്രഹം? ഈ അനുഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിനെ അനുഗ്രഹിച്ചത് എന്താണ്? ശരിക്കും അബ്രഹാമിൻ്റെ അനുഗ്രഹം, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും പറയട്ടെ, ശരിക്കും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറയുന്നത് അവന് കാളയും കഴുതയും വെള്ളിയും പൊന്നും ഒന്നും കിട്ടിയെന്നൊന്നും അല്ല. അതൊന്നും അവനെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ ഒരു ലക്ഷണവുമല്ല എന്നൊക്കെ പ്രവാചകന്മാർ വന്ന് പറയുമായിരിക്കും. പക്ഷേ അവന് കന്നുകാലി, വെള്ളി, പൊന്ന് ഇവയൊക്കെ കിട്ടിയത് ദൈവം അവന് കൊടുത്തതൊന്നുമല്ല. അവൻ മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ കിട്ടിയതാ. അത് കൊടുത്തത് ഫറവോനാണ്. നിങ്ങളത് വായിച്ചാൽ മനസ്സിലാകും. ഇത് ഞാൻ പറയുന്നൊന്നുമല്ല, വേദോസം വായിച്ചാൽ നിങ്ങൾക്കറിയാം. അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി തിരികെ വന്നപ്പോൾ അവൻ എന്തുണ്ടായിരുന്നു? കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിലൊക്കെ അവൻ ബഹുസമ്പന്നനായിരുന്നു. ഇതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്നാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നാം തുള്ളിച്ചാടുന്നത്. പക്ഷേ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ വെള്ളിയും പൊന്നും കാളയും ഒന്നും പറയുന്നില്ല. എന്താ പറയുന്നത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, ഞാൻ നിന്റെ നാമം, നിന്റെ പേർ വലുതാക്കും. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം അബ്രഹാമിനെ ഏൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കേണ്ട വ്യക്തികൾ ഇനിയിപ്പോൾ ആരുടെ അടുത്ത് വന്നേലേ പറ്റുള്ളൂ? അബ്രഹാമിൻ്റെ അടുത്തേക്ക് വന്നേലേ പറ്റുള്ളൂ. അബ്രഹാമിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. ആ അനുഗ്രഹം ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ്. കാരണം അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പുത്രാധികാരമാണ്. നമ്മളൊരാളെ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഒരു വ്യക്തി ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ അയാളോട് പറയുന്നത് എന്നെ പ്രതിനിധീകരിക്കുന്ന എൻ്റെ മൂത്ത പുത്രനാണ് നീ എന്നാണ്. ദൈവം ആദാമിനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിലൊക്കെയും നിറയുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആദാമിന് കൊടുത്തത് ആദാമിന് മാത്രമായിട്ടല്ല. എന്തിനു വേണ്ടിയാണ്? ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന സകല വംശങ്ങൾക്കും വേണ്ടിയാണ്. ദൈവം ആദാമിനോട് പറയാണ്, നീ എൻ്റെ മകൻ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ആ പുത്രൻ്റെ അധികാരമാണ് ദൈവം മകന് കൊടുക്കുന്നത്, ആദാമിന് കൊടുക്കുന്നത്. അതാണ് അനുഗ്രഹിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന് പകരം ഭൂമിയിൽ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, അംബാസഡറായിട്ട് നിൽക്കാനുള്ള അവകാശമാണ് ദൈവം ആദാമിന് കൊടുത്തത്. പക്ഷെ ആദാം അത് നശിപ്പിച്ചു കളഞ്ഞു. അത് കഴിയുമ്പോൾ നോഹയ്ക്കും ഇതേ അധികാരം. എന്തിന്? ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ നിൽക്കാനുള്ള അവകാശം നോഹയ്ക്ക് കൊടുത്തു. നോഹയുടെ മക്കളും അത് നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ അബ്രഹാമിന് കൊടുക്കുകയാണ്. എന്ത്? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയാണ്, അബ്രഹാമേ, നീ ഇന്നു മുതൽ എൻ്റെ മകനാണെന്നാണ് പറയുന്നത്. നീയാണ് ഇനി എന്നെ പ്രതിനിധീകരിക്കുന്നത്. ഇനി അബ്രഹാമിനെ പ്രതിനിധീകരിക്കുന്നവർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ശരിക്കും ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. കാര്യം ഇത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അനുഗ്രഹിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, ബിബ്ലിക്കൽ മീനിങ് അതാണ്. അതുകൊണ്ടാണ് ദൈവം കൊടുത്ത അനുഗ്രഹം ഇപ്പോഴാരുടെ ഇരിക്കുകയാണ്? ഇസഹാക്കിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഈ ഇസഹാക്കിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൈമാറേണ്ടി വന്നപ്പോൾ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം അബ്രഹാമിലൂടെ ഇസഹാക്കിന് കിട്ടി. ഇസഹാക്കിലൂടെ ഇനി അടുത്ത ആർക്ക് കിട്ടും? സ്വാഭാവികമായി മൂത്ത പുത്രനാണ് കിട്ടേണ്ടത്. ഏശാവിനെ അവൻ വിളിക്കുന്നു, പക്ഷേ ഏശാവിനത് കിട്ടുന്നില്ല. കിട്ടാത്തതിനൊരു കാരണമുണ്ട്. അവൻ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. അത് ഇസഹാക്ക് അറിഞ്ഞില്ലെങ്കിലും ദൈവം അത് വലുതായിട്ട് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, പാവം ഏശാവിനെ ദൈവം ദ്വേഷിച്ചു, യാക്കോബിനെ ദൈവം സ്നേഹിച്ചു. അവൻ എന്തോ തെറ്റ് ചെയ്തിട്ടാ? അവൻ ചെയ്ത തെറ്റും ശരിയൊന്നുമല്ല ഇവിടുത്തെ വിഷയം. എന്താണെന്നറിയാമോ? ഈ ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശമാണ്. അതെല്ലാവരെയും പിടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അത് സീരിയസ് ആയിട്ട് എടുക്കുന്നവരെ മാത്രമേ പിടിച്ചേൽപ്പിക്കാൻ പറ്റുള്ളൂ. ഏശാവ് അത് വേണ്ടാന്ന് വെച്ചതാ, അല്ലാതെ ദൈവം അവന് കൊടുക്കാതിരുന്നൊന്നുമല്ല. അവൻ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. ജ്യേഷ്ഠാവകാശത്തെ സീരിയസ് ആയിട്ട് എടുക്കാഞ്ഞത് കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നില്ല? അവന് അധികാരം കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. അവൻ യാക്കോബിന് അത് കൊടുക്കുകയാണ്. യാക്കോബിനെ ഇസഹാക്ക് അനുഗ്രഹിച്ചതിന് ശേഷം ഏശാവ് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമെന്ന്. ഇസഹാക്ക് പറഞ്ഞു, അത് പറ്റത്തില്ല, ഒരാളെ മാത്രമേ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതെന്താ? നിനക്ക് ഒറ്റ അനുഗ്രഹമേ ഉള്ളൂ? ഇസഹാക്ക് പറയാണ്, യെസ്, പുത്രന് കൊടുക്കാൻ ഒന്നേ ഉള്ളൂ. ഞാൻ ഈ അവകാശം ആർക്ക് കൊടുത്തു കഴിഞ്ഞു? യാക്കോബിന് കൊടുത്തു കഴിഞ്ഞു. എന്തവകാശം?
ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം. എൻ്റെ പിതാവായ അബ്രഹാമിന് ദൈവം കൊടുത്ത അവകാശം അബ്രഹാം എനിക്ക് തന്നു. ഞാൻ ആർക്ക് കൊടുക്കുകയാണ്? എൻ്റെ മകന് കൊടുക്കുകയാണ്. എന്തിന്? ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം. ആ അവകാശം ഒന്നേ ഉള്ളൂ. പുത്രന് കൊടുക്കാനുള്ള അധികാരം ഒന്നേ ഉള്ളൂ. നിനക്ക് ഒരു അനുഗ്രഹമേ ഉള്ളോ എന്ന് ചോദിച്ചപ്പോൾ ഇസ്ഹാക്ക് പറഞ്ഞു, യെസ്, ഒരു അനുഗ്രഹമേ ഉള്ളൂ. ആ അനുഗ്രഹമാണ് യാക്കോബിലേക്ക് പകർന്നു കിട്ടിയത്. പെനിയേലിൽ വെച്ച് ദൈവം അതുകൊണ്ടാണ് പറയുന്നത്, നീ ഇസ്രായേലാകും, ദൈവത്തിൻ്റെ പ്രഭുവാകും, നീ ദൈവത്തിൻ്റെ പ്രതിനിധീകരിക്കുന്നവനാകും. യു ആർ നോ മോർ ജേക്കബ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രഭുവാകുവാനുള്ള അധികാരം യാക്കോബിന് കിട്ടി. ഇസ്ഹാക്കിന് കൊടുക്കണമെന്നായിരുന്നു, ഏശാവിന് കൊടുക്കണമെന്നായിരുന്നു ഇസ്ഹാക്കിൻ്റെ ആഗ്രഹം. പക്ഷേ അതല്ല ദൈവഹിതമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ദൈവത്തെ അനുസരിച്ചു. അവൻ മാറ്റി പറയുന്നില്ല, വേറെ കൊടുക്കുന്നില്ല, ഒന്നുമില്ല. ഇസ്ഹാക്കിന് മനസ്സിലായി, അദൃശ്യ ലോകത്തിൽ ഇസ്ഹാക്കിന് മനസ്സിലായി, കണ്ണുമങ്ങി ഇരിക്കുകയാണെങ്കിലും പെട്ടെന്ന് അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യാക്കോബിനെയാണ്. അവനത് അനുസരിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം, കിട്ടിയ അധികാരം മക്കൾക്ക് പകർന്നു കൊടുത്തവനാണ് ഇസ്ഹാക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. പുത്രാധികാരം ഇസ്ഹാക്കിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇസ്ഹാക്കിൻ്റെ കയ്യിൽ കിട്ടിയ അധികാരം അവിടെ വെച്ച് ഇസ്ഹാക്ക് തീർത്ത് കളയുന്നില്ല. അവനീ പറയുന്നത് പോലെ വലിയ വീര്യപ്രവൃത്തികളൊന്നും ചെയ്തില്ലെങ്കിലും ദൈവം അവനെ ഏൽപ്പിച്ച ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം അവൻ മക്കൾക്ക് കൈമാറിയേച്ചാണ് മരിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ ചോദ്യചിഹ്നമാണ്. നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചതായ ആത്മീയ അധികാരം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറിയേച്ച് വേണം നിങ്ങൾ മരിക്കാൻ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. എന്ത്? ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ആത്മീയ അധികാരം നമ്മുടെ തലമുറകൾക്ക് കൈമാറിയിട്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതം തീർക്കാൻ, അല്ലെങ്കിൽ ജീവിതം അവസാനിക്കാൻ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിൽ എത്ര പേര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവാധികാരം കൈമാറിയിട്ടുണ്ട്? നിങ്ങളുടെ ആധാരം കൈമാറിയിട്ടുണ്ടോ എന്നുള്ള അല്ല എൻ്റെ ചോദ്യം. നമ്മൾ ആധാരം കൈമാറും, പക്ഷെ അധികാരം കൈമാറത്തില്ല. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരം. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, നിന്നിലുള്ള നിർവ്യാജ വിശ്വാസം അത് നിന്റെ വല്യമ്മച്ചി ലോബീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മൾ റിലേ റേസിൽ ഒരു ബാറ്റൺ കൈമാറുന്നത് പോലെയാണിത്. റിലേ റേസ് ഓടുമ്പോഴത്തേക്ക് ഒരു ബാറ്റൺ കയ്യിലുണ്ടല്ലോ. നിങ്ങൾ 100 മീറ്ററേ ഓടുന്നുള്ളൂ, ചിലപ്പം 600 മീറ്റർ ഓടണമായിരിക്കും, 6 പേരായിരിക്കും ഓടുന്നത്. പക്ഷേ ആദ്യത്തെ 100 മീറ്റർ ഓടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ബാറ്റൺ അടുത്ത വ്യക്തിക്ക് കൈമാറുന്നുണ്ട്. ഈ ബാറ്റൺ ഇല്ലാതെ മറ്റേ വ്യക്തി ഓടിയിട്ട് ഒരു കാര്യവുമില്ല, ഉണ്ടോ? ഇതേപോലെ ദൈവം അവനെ പ്രതിനിധീകരിക്കുവാനുള്ള അധികാരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം നൽകിയ ആത്മീയ അധികാരം അടുത്ത തലമുറയ്ക്ക് കൈമാറാതിരിക്കരുത്. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേ, നിങ്ങൾക്ക് ദൈവം നൽകിയ ആത്മീയ അധികാരത്തിൻ്റെ മഹത്വം അറിഞ്ഞവരാണോ നിങ്ങളുടെ മക്കൾ? നിങ്ങൾ ആത്മീയ അധികാരത്തിൻ്റെ ബാറ്റൺ നിങ്ങളുടെ മക്കൾക്ക് കൈമാറിയിട്ടുണ്ടോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇസ്ഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ അവൻ പറയുന്നത് എന്താണ്? അവൻ വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അവൻ അവരുടെ ഭാവിയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം അവർക്ക് കൈമാറി. യാക്കോബിലേക്ക് അധികാരം അവൻ കൈമാറി. അതാണ് വിശ്വാസത്താൽ അവൻ ചെയ്തതായ പ്രവൃത്തി എന്ന് പറയുന്നത്. അടുത്തത് വളരെ രസകരമായ ഒരു വേദഭാഗമാണ്. 11-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസെഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്തെ ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് യാക്കോബിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഒന്ന്, അവൻ അനുഗ്രഹം കൈമാറി. ഇസ്ഹാക്ക് അവൻ്റെ പിതാവ് ചെയ്തതുപോലെ തന്നെ അവൻ എന്ത് ചെയ്തു? അനുഗ്രഹം കൈമാറി. എന്നാൽ അതോടൊപ്പം അവൻ ചെയ്തു, തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചെന്ന്.